എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എങ്കിലും ഞാനൊരു ചെറിയൊരു ഐഡിയ തരാം. ആദ്യം ഒരു സല്യൂട്ടേഷൻ വേണം. എന്താ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല്? സല്യൂട്ടേഷൻ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ വേണം. എന്താ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താണോ നിങ്ങൾ പറയാൻ പോകുന്നത് അത് പറയുന്നു. ഓക്കെ. പക്ഷേ നമ്മള് ഒരു സ്പീച്ച് പറയുന്ന സമയത്ത്, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നന്ദി പ്രസംഗത്തെ കുറിച്ചാണ്, അങ്ങനെ പറയുന്ന ആൾക്കാരെ കേട്ടില്ലേ? എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇയാളെ ആങ്കറിംഗ് നടത്തുന്ന ആൾ എന്താ എങ്ങനെയാ വിളിച്ചിരിക്കുന്നത്? നന്ദി, വോട്ട് ഓഫ് താങ്ക്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാധാലക്ഷ്മിയെ ക്ഷണിക്കുന്നു. അപ്പൊ രാധാലക്ഷ്മി വന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ആവശ്യമുണ്ടോ? ഇല്ല. നേരിട്ട് കടന്നാൽ മതി അതിലേക്ക് നേരിട്ട് കടന്നാൽ. അപ്പം നിങ്ങള് എന്താണ്, ഞാന് എന്നെ നിക്ഷിപ്തമായ കർത്തവ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് എന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൂളായിട്ട് വരുന്നു, നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നു. പക്ഷെ അതിനൊരു സല്യൂട്ടേഷൻ വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ബോഡി ഓഫ് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അടുത്തത് മൂന്നാമത്തേത്. ഒന്നാമത്തേത് സല്യൂട്ടേഷൻ, രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ, മൂന്നാമത്തേത് ബോഡി ഓഫ് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നാലാമത്തേത് കൺക്ലൂഷൻ, അഞ്ചാമത്തേത് താങ്ക്സ് ഗിവിംഗ്. ഇത് പ്രസംഗത്തിന്റെയും സെൽഫ് ഇൻട്രൊഡക്ഷന്റെ എല്ലാത്തിന്റെയും ഒരു എന്താണ് ഫോർമാറ്റ് ഇതാണ്. ഒന്നാമത്തെ എന്താ? സല്യൂട്ടേഷൻ, രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ, മൂന്നാമത്തേത് ബോഡി ഓഫ് ദി ബോഡി, അടുത്തത് കൺക്ലൂഷൻ, അടുത്തത് താങ്ക്സ് ഗിവിംഗ്. പ്രസംഗത്തിൽ ഇത് തന്നെയാണ്. ഒരു പ്രസംഗത്തിന്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു ഒരു ചെറിയൊരു സ്പീച്ച് പോലെ നിങ്ങളുടെ എന്ത് പറയാൻ പോവാണ്? നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ